കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഒരുപാട് അമ്പലങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊരു സമയത്ത് ഗുരുവായൂർ അമ്പലം ടിപ്പുവിന് നോട്ടമുണ്ടായിരുന്നു. ഇത് മുൻകൂട്ടി അറിഞ്ഞ നാട്ടുകാരും അതുപോലെ അമ്പലത്തിൻ്റെ കാര്യക്കാരെല്ലാം കൂടി ഗുരുവായൂരപ്പൻ്റെ പ്രതിമ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി വളരെ എന്താ പറയുക, സേഫായിട്ടുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത്, അവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുവയ്ക്കുകയുണ്ടായി. അത് നമുക്കറിയാലോ. നമ്മളിപ്പോഴും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗുരുവായൂരപ്പന് അവിടെ ഒരു ഇടമുണ്ട്, അവിടെ ഒരു ക്ഷേത്രമുണ്ട് ചെറുതായിട്ട്. നമ്മൾ കാണാറുണ്ട്, നമ്മൾ പോകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ അവിടെയാണ് കഴിഞ്ഞിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടെയാണ് ഞാൻ തോന്നുന്നു, എക്സാക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവിടെയാണ് സൂക്ഷിച്ചിരുന്നതെന്നറിയാം, അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ. പിന്നെ അങ്ങനെ ഇരിക്കലെ ടിപ്പു ഗുരുവായൂർ അമ്പലം ആക്രമിക്കാനെത്തി. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുള്ള അമ്പലങ്ങളൊക്കെ ഏകദേശം തവിടുപൊടിയാക്കി. എന്നിട്ട് ഗുരുവായൂർ അമ്പലം ആക്രമിക്കാൻ പ്രധാന ഭാഗത്ത് തീയിട്ടു. അപ്പോൾ തീയിട്ടപ്പോൾ പെട്ടെന്ന് കോരിച്ചൊരിയുന്ന മഴ പെയ്തിട്ട് ആ തീയൊക്കെ കെട്ടുപോയി എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ടിപ്പുവിന് പല ദുർനിമിത്തങ്ങളും കണ്ടു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തോട് ഗുരുവായൂർ അമ്പലം നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഞാൻ വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞു സ്വപ്നത്തിൽ, ഗുരുവായൂർ അമ്പലം ഒരിക്കലും നശിപ്പിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളും ദുർനിമിത്തങ്ങളും, പിന്നെ തീയിട്ടപ്പോൾ അമ്പലം കത്തിപ്പോയില്ല, ഭഗവാൻ രക്ഷിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ ടിപ്പുവിന് ഒരു പേടി കയറിയിട്ട് കുറച്ച് ജ്യോത്സ്യന്മാരെയൊക്കെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഗുരുവായൂർ അമ്പലം ഒഴിവാക്കൂ, തൊടരുത്, അവിടെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ടിപ്പുവിന് പേടിയായിട്ട് ടിപ്പു പിന്മാറി എന്നുള്ളൊരു ചരിത്രമുണ്ട്. പിന്നെ ഇതിൻ്റെ വിശദമായ അത്രയും റിസർച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്നത് കേട്ടപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് ഭഗവാന്റെ ഒരു ശക്തിയാണല്ലോ. അങ്ങനെ ഒരു ശക്തി, ആ ഒരു സാന്നിധ്യം എത്രമാത്രം ശക്തമാണ്. ആരെയും ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത, എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യത്തെ ആർക്കാണ് തടുക്കാൻ കഴിയുക, തകർക്കാൻ കഴിയുക? ആർക്കും കഴിയില്ല. അപ്പോൾ ആ ഒരു ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വരാനായിട്ടാണ് ഇങ്ങനെ ഓരോരോ കഥകൾ ഞാൻ പറയുന്നത്. ഈ കഥകളൊക്കെ ഉണ്ടായതാണെന്നും കൂടി അറിയുമ്പോൾ നമുക്ക് അത്രയും അവിശ്വസനീയം, അത്ഭുതം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഭഗവാന്റെ മായയാണ്. പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിവ് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലും അതും കമൻറ്റിലിടാം. പിന്നെ ഞാൻ മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നു, പോസിറ്റീവായിരിക്കാനായിട്ട്, ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥ. അതിൽ ഒരു മാമ്പഴ കച്ചവടക്കാരൻ്റെ കഥ, ഉണ്ണിക്കണ്ണൻ ആളെ പണക്കാരനാക്കിയൊരു കഥ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചേച്ചി കമൻ്റ് ഇട്ടിരുന്നു. അതായത് അതൊരു അമ്മയായിരുന്നു, കച്ചവടക്കാരനല്ല എന്ന് ഇട്ടിരുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞ് കേട്ടും അങ്ങനെ നമ്മൾ പറയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ രൂപമാറ്റവും വ്യത്യാസവും അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിയും കുറഞ്ഞും അല്ലെങ്കിൽ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുള്ള കാരണം എല്ലാവരും ക്ഷമിക്കുക. അതൊരു അമ്മയായിരുന്നു എന്നാണ് പറയുന്നത്. അതെനിക്ക് അത്ര ഉറപ്പില്ല ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടതും കണ്ടതും, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കണ്ടതല്ല, ഞാൻ കേട്ടതും വായിച്ചതും. അപ്പോൾ ചിലപ്പോൾ അത് അമ്മ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ആ കഥ നിങ്ങൾക്ക് ഇടാം കേട്ടോ. എനിക്ക് എൻ്റെ അറിവിലുള്ളത്, എൻ്റെ അറിവിൽ കേട്ടത് വായിച്ചതാണ് ഞാൻ ഇട്ടത്.
പിന്നെ ഒരു ചേച്ചി അതിനിടയിൽ കമൻ്റ് ഇട്ടിരുന്നു, ആ വീഡിയോയുടെ ഇടയിൽ, ഊർജം കുറവാണല്ലോ വർത്തമാനത്തിൽ, അതായത് കഥ പറച്ചിൽ ഊർജം അല്പം കുറവാണല്ലോ, ഊർജമൊന്നും കാണാനില്ലല്ലോ എന്ന്. അതായത് നമ്മൾ ഉച്ചത്തിൽ ഇങ്ങനെ എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ കുറച്ച് പോളിഷ് ചെയ്തോ അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു നാച്ചുറൽ ഇത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്ക് വരുത്തി അങ്ങനെയാക്കി സംസാരിക്കാനും അറിയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം ഊർജം കുറവാണെന്ന് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. അതെനിക്ക് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കുറച്ചും കൂടി ഊർജത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. പക്ഷേ സംസാരിക്കാനും കഥ പറയാനും ശ്രമിക്കാം. പക്ഷേ ഊർജം എത്രത്തോളം ആവും എന്നറിയില്ല. കാരണം നമ്മൾ നേച്ചറലി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അത് മാറ്റി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ വലിയ സൗണ്ട് എക്യുപ്മെൻറ്റ്സ് ഒന്നും വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും വീഡിയോ വരുമ്പോൾ അതിൽ ക്വാളിറ്റി ഇഷ്യൂസും അതുപോലെ തന്നെ വോയിസിൻ്റെ പ്രോബ്ലംസും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. നോയ്സും ഉണ്ടായിരിക്കാം, കുട്ടികളുടെ നോയ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത്രയും വലിയ എഡിറ്റിംഗ് സ്കില്ലൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ നിങ്ങളുടെ ഇങ്ങനെയുള്ള അഡ്വൈസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അതെനിക്ക് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഡിവോട്ടീസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ലെവൽ മോണിറ്റൈസേഷൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ലെവൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. അതായത് വീഡിയോ കാണുമ്പോഴുള്ള ആഡിൻ്റെ ഒന്നും ഓപ്ഷൻ ഉണ്ടാവില്ല. അത് സെക്കൻഡ് ലെവൽ മോണിറ്റൈസേഷനാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കിട്ടുകയെന്ന് പറയുന്നത് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ചാനൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും പിന്നെ സൂപ്പർ ചാറ്റോ അങ്ങനെ എന്തൊക്കെ ഓപ്ഷനുകളൊക്കെയാണ് ഉള്ളത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അത് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ ചാനൽ എലിജിബിൾ ആവാൻ കുറച്ച് സമയം ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി യൂട്യൂബ് അത് അപ്രൂവ് ചെയ്യുമോ, മോണിറ്റൈസേഷൻ അപ്രൂവ് ചെയ്യാനൊക്കെ കടമ്പ കടത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഥവാ ഞാൻ മോണിറ്റൈസേഷൻ ആയാലും അതിൽ നിന്ന് ഇത്രയധികം വരുമാനമൊന്നും ഉണ്ടാവാനും വഴിയില്ല. കാരണം ഇതൊരു ചെറിയ ചാനലായ കാരണം എന്തായാലും തന്നെ അത് ഞാൻ ഭഗവാന്റെ നാമത്തിൽ ഭഗവാന് വേണ്ടി തുടങ്ങിയ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ തുടങ്ങിയ ചാനലായ കാരണം അതിൽ നിന്നുള്ള വരുമാനവും എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് ഞാൻ കരുതുന്നു. അത് ഭഗവാന്റെ കാര്യങ്ങൾക്കായി, അതായത് ക്ഷേത്രങ്ങളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വരൂപിക്കണമെന്നുണ്ട്. അത് അടുത്ത ഒരു അമ്പലമുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട കുട്ടികൾ അനാഥാലയത്തിലുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ അനാഥാലയത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ഈ ഫണ്ട് വിനിയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിലാവട്ടെ, മോണിറ്റൈസേഷൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അറിയിച്ചുവെന്ന് മാത്രം. കാരണം നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായ കാരണം നിങ്ങളും കൂടി അറിയണമെന്നുണ്ടല്ലോ, ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അറിയിച്ചത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.